ഇന്ന് ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാതെ ഖത്തർ. രാജ്യത്തെ ജനജീവിതം സാധാരണഗതിയിലാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടു. വ്യോമപാത ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അർജന്റീന സ്പെയിൻ പോരാട്ടമായ ഫൈനലിസിമ അടങ്ങുന്ന ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവൽ അധികൃതർ റദ്ദാക്കി. അബ്ബാസ് മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേർന്നു. അബ്ബാസ്, ഈ പറഞ്ഞതുപോലെ തന്നെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഈ ഫൈനലിസിമ പോരാട്ടം ഉൾപ്പെടെ റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അനീഷ, ഇന്ന് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു ദിവസമാണ്. കാരണം ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ ഒരു 16ാമത്തെ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 2ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഖത്തറിന് നേരെ ആക്രമണം ഇല്ലാതിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു 24 മണിക്കൂറും ഇവിടേക്ക് ഇറാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം ഇല്ലാതിരുന്നത്. ഇന്നും അങ്ങനെ ഉണ്ടായില്ല. ഇന്നലെ അഥവാ ശനിയാഴ്ച പുലർച്ചെ 1:30-ക്കും അതുപോലെ 5:45-നും 2 ആക്രമണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അതിനുശേഷം ഇതുവരെ ഒരു ആക്രമണം പോലും, നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ വരെ ഒരു ആക്രമണം പോലും ഇങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനജീവിതം വളരെ സാധാരണഗതിയിൽ മുന്നോട്ട് പോകുന്നു. ചെറിയ പെരുന്നാളൊക്കെ വരികയാണ്. അപ്പോൾ ഇവിടെ ലോക്കൽ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളും അടക്കമുള്ള സ്ഥലങ്ങൾ, തെരുവുകളൊക്കെ സജീവമാണ്. വളരെ സജീവമായി, വളരെ സാധാരണയായി ഖത്തറിലെ ജനജീവിതം മാറിയിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ ഇതോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏതായാലും ഇങ്ങനെ തന്നെ ഇനി മുമ്പോട്ട് പോകുന്നുള്ള പ്രത്യാശയാണ് എല്ലാവർക്കും ഉള്ളത്. ഇതോടൊപ്പം നേരത്തെ അനീഷ് ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഫൈനലിസിമ പോരാട്ടം അർജന്റീനയും അതുപോലെ തന്നെ സ്പെയിനും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടം ലുസൈൽ സ്റ്റേഡിയത്തിൽ മാർച്ച് 27 നിശ്ചയിച്ചിരുന്നതാണ്. ഈ ഫൈനലിസിമ ലോകത്തുടനീളമുള്ള ഫുട്ബോൾ ആരാധകർ വളരെ ആവേശപൂർവ്വം കാണുകയും വളരെ ആവേശപൂർവ്വം അതിനെ വരവേൽക്കാൻ ഒരുങ്ങുകയും ചെയ്തൊരു പോരാട്ടമായിരുന്നു ഫൈനലിസിമ. അതിനുവേണ്ടിയുള്ള ടിക്കറ്റ് ഓപ്പണായ ദിവസം വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൻ്റെ എല്ലാ ടിക്കറ്റും വിറ്റുപോയിരുന്നു. ഇങ്ങനെ വളരെ ആഘോഷപൂർവ്വവും ആവേശപൂർവ്വവും ഈ ഒരു പോരാട്ടത്തെ വരവേൽക്കാൻ ഫുട്ബോൾ ലോകം കാത്തിരുന്നതാണ്. പക്ഷേ ഈ പശ്ചിമേഷ്യൻ സംഘർഷം അതിനുമേൽ കരിനിഴൽ വീഴ്ത്തുന്നു. ഈ ഫൈനലിസിമ പോരാട്ടം അടക്കമുള്ള ഫുട്ബോൾ ഫെസ്റ്റിവൽ, ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ആഘോഷം ഖത്തർ ഇപ്പോൾ റദ്ദാക്കുകയാണ്. ഇവിടുത്തെ പ്രാദേശിക സംഘാടക സമിതിയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരു ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി, അവരും അതുപോലെ യുഎഫയുമാണ് ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം വന്നിട്ടുള്ളത്. ഏതായാലും 2026 ഫൈനലിസിമ നടക്കില്ല എന്ന് ഇതോടെ ഉറപ്പായിരിക്കുകയാണ്. ഈ ഫൈനലിസിമയെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ലോക ഫുട്ബോളിലെ ഇതിഹാസമെന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ലയണൽ മെസ്സി, അതുപോലെ തന്നെ ലോക ഫുട്ബോളിലെ ഉയർന്നു വരുന്ന സെൻസേഷണൽ സ്റ്റാർ എന്ന് പറയുന്ന യാമിൻ യമാൽ, ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടം എന്നുള്ള രീതിയിൽ, അഥവാ ഫുട്ബോളിൻ്റെ ഭാവിയും ഫുട്ബോളിൻ്റെ വർത്തമാനം അല്ലെങ്കിൽ ഭൂതം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മെസ്സിയും തമ്മിലുള്ള പോരാട്ടം, ഇങ്ങനെ ഫുട്ബോളിൻ്റെ ഈ 2 പോരാട്ടങ്ങൾ ഇങ്ങനെ ദ്വന്ദ്മായിരുന്നു ഫുട്ബോൾ പണ്ഡിതർ ഈ ഒരു പോരാട്ടത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അതിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയായിരുന്നു ഖത്തർ. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തുന്ന ഈജിപ്തും അതുപോലെ ഖത്തറും അതുപോലെ സംഘടിപ്പിച്ചിരുന്നു. ഇതുകൂടിയാണ് ഫൈനലിസിമക്കൊപ്പം ഇതുകൂടിയാണ് റദ്ദാക്കുന്നത്. ഏതായാലും അങ്ങനെ ഒരു വലിയ ഫുട്ബോൾ ആവേശം ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇല്ലാതാവുകയാണ് അനീഷ. പോലെ തന്നെ അബ്ബാസ്, ഫുട്ബോൾ ആരാധകർ വളരെ ആവേശത്തിൽ കാത്തിരിക്കുന്ന ഒന്നായിരുന്നു. കഴിഞ്ഞ വർഷം നടക്കേണ്ട മത്സരമായിരുന്നു. അതിങ്ങനെ നീണ്ടു പോയി ഇപ്പോഴത് റദ്ദാക്കുന്ന സ്ഥിതിയിലേക്ക് വരെ എത്തിയിരിക്കുകയാണ്. ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. പക്ഷേ നിലവിലെ സാഹചര്യം അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോഴും അധികൃതർ നൽകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ സ്ഥിതി ശാന്തമാണെങ്കിൽ പോലും അത് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി അബ്ബാസ്. അനീഷ, സ്ഥിരമായി ഇവിടെ ഇത്തരം കാര്യങ്ങൾ അഥവാ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആക്രമണവുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഓരോ സമയാസമയങ്ങളിൽ അതത് മന്ത്രാലയങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാൻഡിലുകളിൽ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലൊക്കെ ജനങ്ങൾക്ക് അതുപോലെ മെസ്സേജായിട്ട് മൊബൈലിലെ സന്ദേശമായിട്ടൊക്കെ ജനങ്ങൾ കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് ഈ മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീഴുന്ന സ്ഥലത്തേക്ക് ഒരു ഘട്ടത്തിൽ പോലും അങ്ങോട്ട് പോകരുത്. അങ്ങനെ മിസൈലിൻ്റെ അവശിഷ്ടം കാണുന്ന സമയത്ത് അത് 999 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചറിയിക്കണം. അതിനെ വീഴുന്നതോ അതുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളോ ഒരിക്കലും ഫിലിം ചെയ്യരുത്, അതിനെ സർക്കുലേറ്റ് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ നിരന്തരമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്ക് വരുന്നുണ്ട്. അതോടുകൂടി തന്നെ ഇവിടുത്തെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ മന്ത്രാലയം
അധികൃതർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇത് വളരെ കർശനമായിട്ട് പാലിക്കണമെന്നുള്ളതാണ് അധികൃതർ ആവശ്യപ്പെടുന്നത്. കാരണം ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായാണ് ഇത്തരമൊരു നീക്കങ്ങൾ തങ്ങൾ നടത്തുന്നതെന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതോട് സഹകരിക്കേണ്ടത് ഇവിടുത്തെ പൊതുജനങ്ങളുടെയും ഇവിടുത്തെ പൗരന്മാരുടെയും അതുപോലെ ഇവിടുത്തെ താമസക്കാരുടെയും ബാധ്യത കൂടിയാണ്. ഏതായാലും ഈ ഒരു അക്രമ സംഭവങ്ങളിൽ ആകെ 26 പേർക്ക് പരിക്കേറ്റു എന്നാണ് കഴിഞ്ഞ ദിവസം ഖത്തർ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരുന്നത്. 600-ലധികം മിസൈൽ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ചു എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഖത്തർ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഏതായാലും ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സാധാരണഗതിയിലുള്ള ജീവിതം ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ തെരുവുകളിലൊക്കെ നിറയെ ആൾക്കാരുള്ള വളരെ സാധാരണഗതിയിലുള്ള ജീവിതമാണ് നിലവിൽ ഖത്തറിലുള്ളത്. അനീഷ, ഏതായാലും ഖത്തറിലെ ആളുകൾ സാധാരണ രീതിയിലുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തരത്തിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യവും ഖത്തറിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് പാലിക്കേണ്ടതുണ്ട്. അബ്ബാസാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യൻ സംഘർഷം ഇനിയും തുടരുമെന്ന് മുന്നറിയിപ്പ് നൽകിയ ഇസ്രായേൽ 3 ആഴ്ച കൂടി യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇറാന്റെ സായുധ ശേഷി കുറയ്ക്കാൻ 3 ആഴ്ച വേണമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുന്നു. ഇറാന്റെ മിക്ക ആണവ കേന്ദ്രങ്ങളും US തകർത്തുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചു. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഈ അവശിഷ്ടങ്ങൾക്ക് താഴെയാണെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു. അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായി ചേർന്നു. അഫ്താബ്, യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഈ യുദ്ധം ഒരാഴ്ച നീണ്ടു നിൽക്കുമെന്നായിരുന്നു ട്രംപ് പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, 16 ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇറാൻ യുദ്ധം. അതായത് പ്രതീക്ഷിച്ചത്ര US ഇസ്രായേലോ പ്രതീക്ഷിച്ചത്ര നിസ്സാരക്കാരല്ല ഇറാൻ എന്ന് ഇതിനോടകം തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിലൂടെ നമ്മൾ വിലയിരുത്തേണ്ടത്. സാഹചര്യം ഇപ്പോഴും എത്ര കണ്ട് സങ്കീർണമാണ്? അനിഷ, ഇന്നിപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അല്പം മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് തങ്ങൾ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ചർച്ചയ്ക്കു വേണ്ടി US-നെ സമീപിച്ചിട്ടില്ല. US-ഉം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അവരും പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത്, ഇറാനിലെ മിക്കവാറും എല്ലാ ആണവ കേന്ദ്രങ്ങളും ഒപ്പം അനുബന്ധ കേന്ദ്രങ്ങളും ഇസ്രായേൽ അല്ലെങ്കിൽ ഒപ്പം സയനിസ്റ്റുകൾ ഇതിനകം തകർത്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ ആക്രമണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി പറഞ്ഞിരുന്നത് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ്. ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോൾ നിലവിൽ 60% പ്രോസസ് ചെയ്തതാണ്. അത് 90% എത്തിക്കഴിഞ്ഞാൽ ഇറാന് ആണവായുധം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് US കരുതുന്നത്. അതുതന്നെയാണ് ഇസ്രായേലും വാദിക്കുന്നത്. പക്ഷേ ഈ സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയം എവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉണ്ടായിരുന്നത്. അതിന് അബ്ബാസ് അർഗാച്ചി എന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇപ്പോൾ പറയുന്ന ഉത്തരം അതിപ്പോൾ ഈ ആണവ പ്ലാന്റിന് താഴെ അവശിഷ്ടങ്ങൾക്ക് താഴെയാണ് എന്നുള്ള ഉത്തരമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത്. ഇത് നേരത്തെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇങ്ങനെ പറയുന്നതിന് പിന്നിലുള്ള തന്ത്രം എന്താണ് എന്നുള്ളതും വ്യക്തമല്ല. ഏതായിരുന്നാലും ഇതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത്. മാത്രമല്ല, ഇസ്രായേൽ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് യുദ്ധം ഏതാണ്ട് 3 ആഴ്ച കൂടി വേണ്ടിവരും എന്ന് വെച്ചാൽ ഇറാൻ എന്ന് പറയുന്നത് ചെറിയ രാജ്യമല്ല. ഏതാണ്ട് ഇന്ത്യയുടെ 70% ഒക്കെ വലിപ്പം വരുന്ന സൗദി അറേബ്യക്ക് സമാനമായി ഭൂവിസ്തൃതിയുള്ള വിശാലമായ ഒരു പ്രദേശമാണ്. നമ്മളിപ്പോൾ ഇന്ത്യയെ തന്നെ താരതമ്യം ചെയ്ത് പറയുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് പോയിട്ടാൽ തീരുന്നതല്ല ഒരു രാജ്യത്തിന്റെ ശേഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം വലിയ ഭൂപ്രദേശത്ത് ഇത്രയധികം ജനതയുള്ള ഒരു സ്ഥലത്ത് ബോംബിട്ടുകൊണ്ട് യുദ്ധം ജയിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മിനിമം 3 ആഴ്ചയെങ്കിലും ഇറാന്റെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ചാൽ സൈനിക കേന്ദ്രങ്ങൾ, സൈനിക വ്യാവസായിക കേന്ദ്രങ്ങൾ, മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ, മിസൈൽ സിറ്റികൾ, അതായത് അണ്ടർഗ്രൗണ്ടിലുള്ള മിസൈൽ സിറ്റികൾ, ഇതെല്ലാം തകർക്കണമെങ്കിൽ ഇനിയും 3 ആഴ്ച കൂടിയെങ്കിലും മിനിമം വേണം എന്നുള്ളതാണ് ഇറാൻ സൈന്യം ഇപ്പോഴും പറയുന്നത്. അത്രമാത്രം വൈവിധ്യമാർന്ന മേഖലയിൽ ഏതാണ്ട് 31 പ്രവിശ്യകൾ എന്ന് വെച്ചാൽ 31 സംസ്ഥാനങ്ങളിലായിക്കൊണ്ട് ഇറാനകത്ത് സമാനമായ രീതിയിൽ ഓരോ പ്രവിശ്യകൾക്കകത്തും സൗകര്യങ്ങളുണ്ട്. ഇതെല്ലാം ബോംബിട്ട് തകർക്ക് തീർക്കുക എന്നുള്ളത് അത്ര എളുപ്പമില്ലെന്ന് ഇസ്രായേൽ തന്നെ കരുതുന്നുമുണ്ട്. ഏതായിരുന്നാലും 3 ആഴ്ച യുദ്ധം നീളും എന്ന് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേൽ പറയുന്നത്. ഇറാന്റെ സൈനിക ശേഷി വലിയ തോതിൽ കുറക്കാൻ തങ്ങൾക്കായി എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. അവരുടെ സൈനികരുടെ മനോവീര്യം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. മറുവശത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് ആവർത്തിച്ച് പറയുന്ന കാര്യം, നിങ്ങൾക്ക് എത്ര കാലമാണോ യുദ്ധം കൊണ്ടുപോകാൻ താല്പര്യം അത്രയും കാലം നിൽക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കും.
നിങ്ങൾ യുദ്ധവുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇറാൻ ഇന്നും നൽകുന്ന, ഇറാൻ സൈന്യവും ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും ഇന്നും നൽകുന്ന മറുപടി. എന്ന് വെച്ചാൽ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിലേക്ക് പോകുന്നതിന്റെ ലക്ഷണങ്ങൾ ഈ 16-ാം ദിനത്തിലും ഇപ്പോഴുമില്ല. അതുകൊണ്ട് യുദ്ധം ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമെന്ന് തന്നെ നമുക്ക് ഈ സമയം വിശ്വസിക്കണം. ഇനി അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ആഗോള വിപണിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിന് അനുസരിച്ചായിരിക്കും. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. നാളെ വിപണി തുറക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം കുറച്ചുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് US-ലടക്കം $3 പിന്നിട്ടിട്ടുണ്ട് ഗ്യാസിന്റെ വില. എന്ന് വെച്ചാൽ ഇരട്ടിയിലേറെ വർധന നിലവിൽ തന്നെ എത്തുകയാണ്. ഇതിനു പുറമെ യൂറോപ്പിലും സമാനമാണ് സ്ഥിതി. ഹോർമൂസ് ഉൾപ്പെടെയുള്ള ഈ മേഖലയിലേക്ക് കൂടുതൽ പടക്കപ്പലുകൾ അയച്ചുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന ട്രംപിനെയാണ് ഇന്നലെ രാത്രി നമ്മൾ കണ്ടത്. അതിൽ പ്രത്യേകിച്ച് ഹോർമുസിലെ പ്രതിസന്ധി ഒഴിവാക്കാം എന്നായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. പക്ഷെ അത് ഏതായാലും നടന്നിട്ടില്ല. അതിനിടെ തന്നെയാണ് എങ്ങുമെത്താത്ത ചില മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫ്രാൻസും റഷ്യയും തുർക്കിയും അടങ്ങുന്ന ഒരു സംഘം മധ്യസ്ഥത വഹിക്കാമെന്ന് അറിയിക്കുന്നു. പക്ഷേ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊന്നും സ്വീകാര്യമല്ല എന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരികയും ചെയ്യുന്നു. ഇറാന്റെ ഭാഗത്ത് നിന്ന് അവരുടെ നേതാക്കൾ പ്രതികരിക്കുന്നു, ഇസ്രായേലിന്റെ ഭാഗത്തും വിദേശകാര്യമന്ത്രി പ്രതികരിക്കുന്നു. പക്ഷേ ഇപ്പോഴും നെതന്യാഹുവിനെ ചിത്രത്തിലേ കാണുന്നില്ല. നെതന്യാഹു എവിടെയാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ ഇപ്പോൾ? നെതന്യാഹുവിന്റെ അപ്രത്യക്ഷമായതുമായി ബന്ധപ്പെട്ട് നിരവധി ഊഹാപോഹങ്ങൾ വാർത്തകളായും ട്വീറ്റുകളായും പുറത്തു വരുന്നുണ്ട്. അത് പ്രത്യേകിച്ചും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത കാര്യമാണ്. മാത്രമല്ല ഇന്ത്യയിലെ മാധ്യമങ്ങളാണ് കാര്യമായി, പ്രത്യേകിച്ച് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരവധി ട്വീറ്റുകൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി തന്നെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് നെതന്യാഹു ഇപ്പോഴും ഈ യുദ്ധത്തിന് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഉണ്ട് എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് പറയുന്ന കാര്യം. മാത്രവുമല്ല, ഇസ്രായേലിനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തിലെ ഒരു സൈനിക ശക്തിയുടെ നേതൃത്വത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അധിക സമയം മറച്ചു പിടിക്കുവാനും ഇസ്രായേലിന് ഏതായിരുന്നാലും സാധിക്കില്ല. മാത്രമല്ല, ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു നീക്കം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് അതാണ്. ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി ഇസ്രായേലിന് മുമ്പിലും US-ന് മുമ്പിലും നിൽക്കുന്നത് ഈ വ്യാപാര മേഖലയിൽ ഇതുണ്ടാക്കിയ ഇമ്പാക്റ്റ് ആണ്. അത് ഇസ്രായേലിനെ നേരിട്ട് ബാധിച്ചില്ലെങ്കിലും അത് വലിയ തോതിൽ US-നെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അനിഷ പറഞ്ഞതുപോലെ തന്നെ കാർഗിൽ ബോംബിട്ടുകൊണ്ട് ഭീഷണി ഉയർത്തുവാനാണ് US ശ്രമിച്ചത്. പക്ഷേ ഇറാൻ ആഗ്രഹിക്കുന്നത് കാർഗിൽ ബോംബിടുക എന്നത് തന്നെയാണ്. കാരണം അത്തരമൊരു ബോംബിടലിലേക്ക് പോയി കഴിഞ്ഞാൽ ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും ഞങ്ങൾക്കൊപ്പം ഒരുപോലെ മുങ്ങുമെന്ന് ഇറാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും അബദ്ധ ജോലിയിലേക്ക് US ഇപ്പോൾ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഏതായാലും യുദ്ധം തീരുന്നതുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷണങ്ങളുമില്ല. നാളെ വിപണി തുറക്കുമ്പോൾ കൂടുതൽ ഇമ്പാക്ട്, പ്രത്യേകിച്ച് US-ലടക്കം ഓഹരി വിപണികൾ ഇടിയുന്ന സാഹചര്യമുണ്ട്, സ്വർണ്ണവില ഇടിയുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ചൈന ഉൾപ്പെടെയുള്ള റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും രഹസ്യമായി ഇറാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇത് ഇറാന്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയും ചൈനയും തുടക്കം മുതലേ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന രാജ്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ചൈനയ്ക്ക് ഇതുവരെ അവരുടെ കപ്പലുകൾ ഏതെങ്കിലും തടയപ്പെടുകയോ മറ്റോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഏതെങ്കിലും അബദ്ധ നീക്കങ്ങളിലേക്ക് US പോയി കഴിഞ്ഞാൽ അത് തിരിച്ചടിയാവുക US-ന് തന്നെയായിരിക്കും, ആഗോള വിപണിക്ക് തന്നെയാകും. ഏതായാലും 16-ാം ദിനത്തിലും യുദ്ധം തീരുന്ന ലക്ഷണമില്ല, യുദ്ധം നീളുന്ന ലക്ഷണം തന്നെയാണ് ഉള്ളത്. അനിഷ, യെസ്, അതാണ് ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. 3 ആഴ്ച കൂടെ യുദ്ധം നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേൽ പ്രതികരിക്കുന്നുണ്ട്. ഈ മധ്യസ്ഥ ശ്രമങ്ങളൊന്നും ഫലിക്കുന്നില്ല എന്നുള്ളതും കൂടിയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അഫ്താബാണ് വിവരങ്ങൾ നൽകിയത്. തുറമുഖങ്ങൾ ഉൾപ്പെടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന ഇറാൻ ഭീഷണി നിലനിൽക്കെ കനത്ത ജാഗ്രതയിലായിരുന്നു ഇന്ന് UAE നഗരങ്ങൾ. ദുബായ്, അബുദാബി നഗരങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായെങ്കിലും ആക്രമണത്തിന്റെ തോത് കുറഞ്ഞിരുന്നു. ഒരാൾക്ക് മാത്രമാണ് ഇന്നത്തെ ആക്രമണങ്ങളിൽ പരിക്കേറ്റത്. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, കാർഗ് ആക്രമണത്തിന് പിന്നാലെ ആണ് ഇറാൻ വലിയ കടുത്ത പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഇന്നിപ്പോൾ UAE-യിലെ സാഹചര്യം എന്തായിരുന്നു? അലീഷ, കാർഗ് ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി ചില ആരോപണങ്ങൾ UAE-ക്കെതിരെ ഉന്നയിച്ചിരുന്നു. അതായത് ആ ആക്രമണത്തിന് ഉപയോഗിച്ചത് റാസൽ ഖൈമയും ദുബൈയും അടക്കമുള്ള UAE മേഖലയായിരുന്നു എന്നുള്ളതായിരുന്നു പ്രധാന ആരോപണം. ജനവാസമുള്ള ഈ മേഖല UAE ഉപയോഗിക്കുമ്പോൾ
തിരിച്ച് അടിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. അത് UAE-യിൽ വലിയ നഷ്ടമുണ്ടാക്കും, സാധാരണക്കാരായ ജനങ്ങളുടെ ജീവഹാനിക്ക് ഇത് വഴിവെക്കും എന്നുള്ള നിലയ്ക്ക് വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. ഇന്ന് ഇത്തരം ആരോപണങ്ങൾ ഈ UAE നിഷേധിക്കുകയാണ്. UAE-യുടെ അന്താരാഷ്ട്രകാര്യ ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഈ ആരോപണങ്ങളെല്ലാം UAE നിഷേധിക്കുകയാണ്. UAE-യുടെ മണ്ണോ വെള്ളമോ ഇറാനെ ആക്രമിക്കാനായി വിട്ടുകൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് ഡോക്ടർ അൻവർ ഗർഗാഷ് ആവർത്തിച്ച് പറയുന്നത്. പിന്നീട് ഇപ്പോൾ ഇറാൻ തീർക്കുന്നതെല്ലാം ആശങ്കകളാണ്, അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങളാണ്. ഈ യുദ്ധം ഏറ്റവും അവസാന നിമിഷം വരെ നടക്കാതിരിക്കാനായി അമേരിക്കയുമായി ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തുനിഞ്ഞ രാജ്യമാണ് UAE. എന്നിട്ടും UAE-ക്ക് നേരെ ഇറാൻ ഇപ്പോഴും ആക്രമണം അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് ഡോക്ടർ അൻവർ ഗർഗാഷ് പറഞ്ഞത്. മറ്റൊന്നുള്ള ഇന്ന് ആകെ 6 ഡ്രോണുകളും 4 മിസൈലുകളുമാണ് UAE-ക്ക് നേരെ വന്നത്. വലിയ ആശങ്കയിലായിരുന്നു നേരത്തെ. ഈ ആക്രമണത്തിന് ബദലായി ഇന്ന് UAE-യിലെ തുറമുഖങ്ങൾ ആക്രമിക്കുമെന്നൊരു ഭീഷണി ഇറാൻ സേനാ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത പലയിടത്തും ഉണ്ടായിരുന്നു. ഈ തുറമുഖങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അത്തരമൊരു സംഭവങ്ങളോ അങ്ങനെ കടുത്ത ആക്രമണങ്ങളോ ഇന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസകരം. അതോടൊപ്പം തന്നെ ഈ കടുത്ത ആക്രമണം ഉണ്ടാക്കുമെന്ന ഒരു ധാരണയിൽ ഇന്ത്യയിൽ നിന്നുള്ള വിമാന കമ്പനികൾ എയർ ഇന്ത്യ എക്സ്പ്രസ്, അതേപോലെ ഇൻഡിഗോ തുടങ്ങിയവ UAE-യിലേക്കുള്ള സർവീസ് പലതും റദ്ദാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് പകല് ദുബൈയിലേക്ക് 2 ഇടങ്ങളിലേക്കാണ് ആക്രമണം ഉണ്ടായത്. ദുബൈ മറീനയിലേക്കും അതേപോലെ തന്നെ അൽസുഫ് എന്ന് പറയുന്ന മേഖലയിലേക്കുമാണ് ആക്രമണം ഉണ്ടായത്. ഇത് പാശ്ചാത്യർ തിങ്ങി താമസിക്കുന്ന ഒരു മേഖലയാണ്. ഇവിടേക്കുള്ള ആക്രമണം ഒഴിച്ചു നിർത്തിയാൽ മറ്റിടങ്ങളിൽ എവിടെയെങ്കിലും വലിയ ആക്രമണം ഉണ്ടായി പിന്നെയുള്ളത് അബുദാബിയിലെ ചില ഭാഗങ്ങളിലാണ്. അവിടെയൊന്നും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് ഒരു ആൾക്ക് പരിക്കേറ്റത് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ഫുജൈറയിൽ എണ്ണ മേഖലയിൽ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ ഒരു ജോർദാൻ പൗരന് പരിക്കേറ്റ വിവരമാണ് ഇന്ന് പങ്കുവച്ചിട്ടുള്ളത്. അനീഷ. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. കുവൈത്തിൽ ഇന്ന് പുലർച്ചെ വ്യോമാതിർത്തിക്കുള്ളിൽ പ്രവേശിച്ച 5 ഡ്രോണുകൾ വെടിവെച്ചിട്ടു. രാജ്യത്തെ സുരക്ഷാ മേഖലയിലാണ് ഡ്രോണുകൾ വെടിവെച്ചിട്ടതെന്ന് നാഷണൽ ഗാർഡ് വക്താവ് ബ്രിഗേഡിയർ ജദാൻ ഫാദൽ അറിയിച്ചു. ദേശീയ സുരക്ഷയും പ്രധാന കേന്ദ്രങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ നടപടി. ദേശീയ സുരക്ഷ ഉറപ്പാക്കാൻ സൈന്യവും പോലീസ് സേനയും ഉയർന്ന ജാഗ്രതയിൽ തുടരുന്നതായും അധികൃതർ അറിയിച്ചു. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് വിവിധ വിദേശ രാജ്യങ്ങളിലേക്കും നഗരങ്ങളിലേക്കുമുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചത് തുടർന്ന് സലാം എയർ ഇറാൻ, ഇറാഖ്, ലബനാൻ എന്നീ രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾ ഏപ്രിൽ 30 വരെ ഉണ്ടായിരിക്കില്ല. മാർച്ച് 31 വരെ കുവൈറ്റ് സിറ്റി, ഷാർജ, ദോഹ, ദമാം എന്നീ നഗരങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ച് സുരക്ഷാ സാഹചര്യങ്ങൾ പരിശോധിച്ച് അപ്ഡേറ്റുകൾ എയർലൈനിന്റെ ഔദ്യോഗിക പേജുകൾ വഴി അറിയാനാകും. അന്താരാഷ്ട്ര റോഡ് ഗതാഗത സംവിധാനം സജീവമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചർച്ച ചെയ്ത കുവൈത്ത് കസ്റ്റംസ് ഡയറക്ടർ ജനറൽ യൂസഫ് അൽ നൌയി യോഗത്തിന് നേതൃത്വം നൽകി. വിവിധ വകുപ്പുകളുടെ നേതൃത്വവും ഡയറക്ടർമാരും യോഗത്തിൽ പങ്കെടുത്തു. കസ്റ്റംസ് പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും തുറമുഖങ്ങളിലുടനീളം ഗതാഗത വ്യാപാര സംവിധാനങ്ങൾ വികസിപ്പിക്കാനുമാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. വാർത്തയിലേക്ക്. സൗദിയിൽ നടക്കാനിരിക്കുന്ന ഫോർമുല 1 മത്സരങ്ങൾ റദ്ദാക്കി. അടുത്ത മാസം 17 മുതൽ 19 വരെയായിരുന്നു മത്സരങ്ങൾ നിശ്ചയിച്ചിരുന്നത്. മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന യുദ്ധ സാഹചര്യവും സുരക്ഷാ ആശങ്കകളും കണക്കിലെടുത്താണ് തീരുമാനം. അടുത്ത മാസം 17 മുതൽ 19 വരെയായിരുന്നു മത്സരങ്ങൾ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ രാജ്യത്ത് നിലവിലും ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് മത്സരങ്ങൾ റദ്ദ് ചെയ്യാനുള്ള തീരുമാനം. കായിക മന്ത്രി അബ്ദുൽ അസീസ് ബിൻ തുർക്കി ബിൻ ഫൈസലാണ് ഇക്കാര്യം അറിയിച്ചത്. 2026 FIA ഫോർമുല 1 വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ 5ാം റൗണ്ടായിരുന്നു നടക്കാനിരുന്നത്. മത്സരം നടത്താൻ നിശ്ചയിച്ചിരുന്നത് ജിദ്ദ കോർണിഷ് സർക്യൂട്ടിലായിരുന്നു. മത്സരം നടത്താൻ രാജ്യം പൂർണ്ണ സജ്ജമായിരുന്നുവെന്നും നിലവിലെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മത്സരങ്ങൾ റദ്ദ് ചെയ്യുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മുൻപ് 5 തവണ വിജയകരമായി ഗ്രാൻഡ് പ്രീ സൗദിയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ബഹ്റൈൻ ഗ്രാൻഡ് പ്രിക്സും റദ്ദാക്കിയിട്ടുണ്ട്. ബഹ്റൈനിൽ ഏപ്രിൽ 12-നായിരുന്നു മത്സരങ്ങൾ നിശ്ചയിച്ചിരുന്നത്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.
പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിലും ഖത്തറിൽ അവശ്യ വസ്തുക്കൾക്ക് ക്ഷാമമില്ല. കടൽ യാത്ര ദുഷ്കരമായ വേളയിൽ വിദേശത്ത് നിന്ന് ചരക്കുകൾ എത്തിക്കാൻ ലാൻഡ് കോറിഡോർ പ്രവർത്തന സജ്ജമാണ്. ഭക്ഷ്യമേഖലയിലടക്കം രാജ്യത്തെ കരുതൽ റിസർവുകൾ സുരക്ഷിതമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. US ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ചരക്കു ഗതാഗതത്തിന് കടുത്ത നിയന്ത്രണങ്ങളാണ് നിലവിലുള്ളത്. ഇരു രാഷ്ട്രങ്ങൾക്കുമെതിരെയുള്ള നിലപാട് ഇറാൻ കടുപ്പിച്ച സാഹചര്യത്തിൽ പരിമിതമായ കപ്പലുകൾക്ക് മാത്രമാണ് ഇപ്പോൾ ഹോർമുസ് കടന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങാനാകുന്നത്. എന്നാൽ വിവിധ രാജ്യങ്ങളിലെ കരാതിർത്തികൾ വഴി ചരക്കുകൾ എത്തിച്ചാണ് നിലവിലെ അസാധാരണ സാഹചര്യം ഖത്തറടക്കമുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ മറികടക്കുന്നതെന്ന് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. നിലവിൽ ഖത്തറിലോട്ടുള്ള എല്ലാ ലാൻഡ് കോറിഡോറുകളും ഓപ്പണാണ്. സ്പെഷ്യലി GCCയിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും തുർക്കി, ജോർദാൻ, സിറിയ എന്നുള്ള രാജ്യങ്ങളിൽ നിന്നും എല്ലാവിധ ഷിപ്മെൻറ്റുകളും അബുസമറ വഴി എത്തുന്നുണ്ട്. അത് സമയബന്ധിതമായിട്ട് ഇവിടുത്തെ കസ്റ്റംസ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനു പുറമെ 2 ദിവസം മുന്നേ TIR സംവിധാനം വഴി 76ഓളം രാജ്യങ്ങളിൽ നിന്നും ഷിപ്മെൻറ്റ് കൊണ്ടുവരാനുള്ള മാർഗനിർദ്ദേശം ഖത്തർ ചേംബറും അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സും ഓൾറെഡി പുറത്തിറക്കിയിട്ടുണ്ട്. നിലവിലുള്ള ഒരു യുദ്ധ സാഹചര്യത്തിൽ ഇതിൻ്റെ തുടക്കം മുതൽ, യുദ്ധം തുടങ്ങിയ ആദ്യ നാൾ മുതൽ തന്നെ ഞങ്ങൾ ഇവിടെ ഈ ആർഗസ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി അത് കൃത്യമായിട്ട് തന്നെ ഫുൾ സ്വിങ്ങിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റുള്ള എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിൽ പോലും അതിനൊക്കെ തരണം ചെയ്തിട്ട് ഇതിൻ്റെ വിവിധ മേഖലകളിൽ എല്ലാ റീജിയൻസിലും എല്ലാ ഔട്ട്ലെറ്റ്സിലും ചൈന, അതുപോലെ ദുബായ്, ബഹ്റൈൻ, സൗദി തുടങ്ങിയിട്ടുള്ള എല്ലാ റീജിയൻസിലുമുള്ള അത് ഫുൾ സ്വിങ്ങിൽ തന്നെയാണ് ഇവിടെ ഇതിൻ്റെ ഓപ്പറേഷൻ വർക്കുകൾ നടന്നുകൊണ്ടുപോകുന്നത്. ഖത്തർ വാണിജ്യ മന്ത്രാലയം, ഗതാഗത മന്ത്രാലയം, ഖത്തർ കസ്റ്റംസ്, ചേംബർ ഓഫ് കൊമേഴ്സ് എന്നിവ സംയുക്തമായാണ് വിദേശത്തു നിന്ന് രാജ്യത്തേക്ക് കരാതിർത്തി വഴിയുള്ള ചരക്ക് നീക്കം ഏകോപിപ്പിക്കുന്നത്. മീഡിയ 1 ദോഹ. ഗൾഫ് രാജ്യങ്ങളിൽ നടക്കേണ്ട CBSE 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി. മേഖലയിലെ സംഘർഷം കണക്കിലെടുത്താണ് തീരുമാനം. 12ാം ക്ലാസ് പരീക്ഷാഫലം സംബന്ധിച്ച തീരുമാനം പിന്നീട് അറിയിക്കും. CBSE 10ാം ക്ലാസ് പരീക്ഷകൾ നേരത്തെ റദ്ദാക്കിയിരുന്നു. ഈ മാസം 16 മുതൽ ഏപ്രിൽ 10 വരെ നടക്കേണ്ട 12ാം ക്ലാസ് പരീക്ഷകളും നേരത്തെ മാറ്റിവെച്ച പരീക്ഷകളും റദ്ദാക്കുകയാണെന്ന് CBSE വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ഇറാനിൽ നടക്കേണ്ട പരീക്ഷകളും റദ്ദാക്കിയിട്ടുണ്ട്. ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റയാളുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്താൻ കുവൈത്ത് പ്രതിരോധ മന്ത്രി ആശുപത്രി സന്ദർശിച്ചു. പ്രതിരോധ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള അലി അബ്ദുള്ള സലേം അസബാഹ് ജാബർ അൽ അഹമ്മദ് സായിദ് സേന ആശുപത്രിയിലെത്തിയാണ് രോഗിയുടെ ആരോഗ്യനില വിലയിരുത്തിയത്. മെഡിക്കൽ സംഘവുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രി പരിക്കേറ്റയാൾ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചു. ഇതേ സംഭവത്തിൽ പരിക്കേറ്റ മറ്റ് 2 പേർ ഇതിനകം സുഖം പ്രാപിച്ചതായി അധികൃതർ അറിയിച്ചു. UAEയിൽ ആക്രമണ ദൃശ്യങ്ങൾ പകർത്തിയതിന് 17 ഇന്ത്യക്കാരടക്കം 25 പ്രവാസികൾ അറസ്റ്റിലായി. UAE അറ്റോർണി ജനറലിന്റെ നിർദ്ദേശപ്രകാരമാണ് അറസ്റ്റ്. ആക്രമണ ദൃശ്യങ്ങൾ നേരിട്ട് പകർത്തി ഭയപ്പെടുത്തുന്ന വിധം പങ്കുവച്ചതിനാണ് 12 പേർ പിടിയിലായത്. ഇവരിൽ 6 പേരും ഇന്ത്യക്കാരാണ്. AI ഉപയോഗിച്ച് ആക്രമണ ദൃശ്യങ്ങൾ നിർമ്മിച്ചുവെന്നാണ് 7 പേർക്കെതിരെയുള്ള കേസ്. ഇവരിൽ 5 പേർ ഇന്ത്യൻ പ്രവാസികളാണ്. ആക്രമണം നടന്ന രാജ്യത്തെ പ്രകീർത്തിച്ചും അവരുടെ സൈനിക ശേഷിയെ മഹത്വവൽക്കരിച്ചും വീഡിയോ പങ്കുവച്ചതിനാണ് 6 പേർക്കെതിരെ നടപടി. ഈ കൂട്ടത്തിലെ 5 പേരും ഇന്ത്യക്കാരാണ്. സമാനമായ കേസുകളിൽ UAEയിൽ ഇതുവരെ 80 പേരാണ് അറസ്റ്റിലായത്. ഡ്രോൺ ആക്രമണങ്ങൾ നിരന്തരം ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ബഹ്റൈനിലെ റമലാൻ വ്രതമാസക്കാലം. ബഹ്റൈനിലെ ഒരു പള്ളിയിൽ വിശ്വാസികൾ നമസ്കരിച്ചുകൊണ്ടിരിക്കെ സ്ഫോടന ശബ്ദം കേൾക്കുമ്പോഴും അചഞ്ചലമായ മനസ്സോടെ പ്രാർത്ഥനകൾ തുടരുന്ന കാഴ്ച കാണാം. വ്രതമാസക്കാലത്തിന്റെ അവസാന ദിനങ്ങളിലെ ഭക്തിസാന്ദ്രമായ പ്രാർത്ഥന നടക്കുകയായിരുന്നു ബഹ്റൈനിലെ ഈ മസ്ജിദിൽ. പൊടുന്നനെയാണ് തൊട്ടടുത്തുന്നതുപോലെ കാതടപ്പിക്കുന്ന സ്ഫോടന ശബ്ദം മുഴങ്ങിയത്. പക്ഷെ ആരും ഒന്ന് പകച്ചു പോകുന്ന ഈ സന്ദർഭത്തിലും ഉള്ളിലക്കാതെ വിശ്വാസത്തിന്റെ ശക്തിയും സൗന്ദര്യവുമായി പ്രാർത്ഥനകൾ തുടരുകയായിരുന്നു പള്ളിയിലും പുറത്തും ആരാധനകളിൽ മുഴുകിയവർ. ഉറച്ച മനസ്സോടെ ദൈവവുമായുള്ള സംഭാഷണമായ നമസ്കാരത്തിന് ഒട്ടും ഭംഗം വരുത്താതെ അവർ പ്രാർത്ഥനകൾ തുടർന്നു. ഡ്രോൺ വർഷത്തിന്റെയും മിസൈൽ ജ്വാലകളുടെയും ഇടയിലെ ഒരു റമദാൻ കാലത്ത് രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ മുഴങ്ങുന്ന സൈറണുകളും മുന്നറിയിപ്പ് സന്ദേശങ്ങളും സ്ഫോടന ശബ്ദങ്ങളും, അതിനിടയിലും ഒട്ടും പതരാതെ അശാന്തി സൃഷ്ടിക്കുന്ന യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഇല്ലാതാകാൻ, ഭൂമിയിൽ എല്ലാവർക്കും സമാധാനം പുലരാൻ അവർ പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
في الأرض فسادا اللهم فإنك لا تحب المفسدين. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഈ വിസ ആരംഭിച്ചതിനെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ കുവൈത്തിലെ ഇറ്റാലിയൻ എംബസി നിഷേധിച്ചു. 2026 ജൂൺ മുതൽ ഇറ്റാലിയൻ ഇലക്ട്രോണിക് വിസ സംവിധാനം ആരംഭിക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച റിപ്പോർട്ടുകളാണ് എംബസി തള്ളിക്കളഞ്ഞത്. ഔദ്യോഗിക ചാനലുകൾ വഴി പ്രസിദ്ധീകരിക്കുന്ന വിവരങ്ങൾ മാത്രം ആശ്രയിക്കണമെന്ന് എംബസി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് എംബസിയെ ഇമെയിൽ വഴി ബന്ധപ്പെടാമെന്നും അറിയിച്ചു. ശക്തമായ പൊടിക്കാറ്റിൽ വലഞ്ഞ ജിദ്ദ നഗരം. ഇന്ന് രാവിലെ ആരംഭിച്ച പൊടിക്കാറ്റ് വിവിധ പ്രദേശങ്ങളിലേക്ക് പടരുകയാണ്. വാഹനമോടിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ പൊടിക്കാറ്റാണ് ഇന്ന് ജിദ്ദയിലുണ്ടായത്. രാവിലെ മുതൽ ആരംഭിച്ച പൊടിക്കാറ്റ് വൈകിട്ടും തുടരുകയാണ്. ദൂരക്കാഴ്ച കുറവായതിനാൽ സിവിൽ ഡിഫൻസിന്റെ മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പൊടിക്കാറ്റ് തുടരുന്ന പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണം. വാഹനങ്ങൾക്കിടയിൽ സുരക്ഷിത അകലം ഉറപ്പാക്കുകയും വേഗം കുറയ്ക്കുകയും വേണം. അനിവാര്യ സാഹചര്യങ്ങളിൽ ഒഴികെ ട്രാക്കുകൾ മാറരുത്. ഹൈവേകളിലും എക്സിറ്റുകളിലും ട്രാഫിക് പോലീസ് സാന്നിധ്യമുണ്ട്. ഹൈവേകളിൽ സഞ്ചരിക്കുമ്പോൾ സിഗ്നൽ ലൈറ്റ് പ്രവർത്തിപ്പിച്ച് വാഹനം ഓടിക്കണമെന്നും ട്രാഫിക് വിഭാഗം അറിയിച്ചു. മോശം കാലാവസ്ഥ തുടരുന്ന സാഹചര്യത്തിലും വിമാന ഗതാഗതത്തെ ബാധിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായാണ് പൊടിക്കാറ്റ് വീശുന്നത്. മീഡിയ 1, ജിദ്ദ. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി മഴ ലഭിച്ചു. തബൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത്. ജിദ്ദയടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റും ഉണ്ടായിരുന്നു. വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രത്യേക മുന്നറിയിപ്പുണ്ട്. സൗദിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വിവിധ പ്രദേശങ്ങളിൽ വ്യാപകമായി മഴ ലഭിച്ചു. രാജ്യത്തെ 7 മേഖലകളിലായി 41 നിരീക്ഷണ സ്റ്റേഷനുകളിലാണ് മഴ രേഖപ്പെടുത്തിയത്. തബൂക്കിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. തബൂക്ക് മേഖലയിലെ അൽ വജ്ഹിലുള്ള അൽഫറ നിരീക്ഷണ സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ മഴ. 13.2 മില്ലിമീറ്ററാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. റിയാദിലെ ദവാദ്മിയിൽ ലഭിച്ചത് 12.1 മില്ലിമീറ്റർ മഴയാണ്. ഖസീം, മക്ക, മദീന, അൽജോഫ്, വടക്കൻ അതിർത്തി തുടങ്ങിയ പ്രദേശങ്ങളിലും മഴ കനത്തു. ജിദ്ദയടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റും എത്തിയിരുന്നു. ഖസീം പ്രവിശ്യയുടെ വടക്കുഭാഗങ്ങളിൽ ആലിപ്പഴ വർഷവും രേഖപ്പെടുത്തി. വാഹനമോടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രത്യേക മുന്നറിയിപ്പുമുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. 2025 ഡിസംബർ 31 സാമ്പത്തിക വർഷം അവസാനിച്ച നികുതിദായകർ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതികൾ ഒമാൻ ടാക്സ് അതോറിറ്റി പ്രഖ്യാപിച്ചു. 3% നികുതി നൽകേണ്ട സ്ഥാപനങ്ങൾ 2026 മാർച്ച് 30-നകം ടാക്സ് റിട്ടേണുകൾ സമർപ്പിക്കണം. 15% നികുതി നിരക്കിന് കീഴിൽ വരുന്നവർ 2026 ഏപ്രിൽ 30-നകമാണ് റിട്ടേണുകൾ സമർപ്പിക്കേണ്ടത്. അതോറിറ്റിയുടെ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടൽ വഴിയാണ് റിട്ടേണുകൾ സമർപ്പിക്കേണ്ടത്. നികുതിദായകർ നിശ്ചിത സമയത്തിനുള്ളിൽ റിട്ടേണുകൾ ഫയൽ ചെയ്യണമെന്ന് അതോറിറ്റി നിർദ്ദേശിച്ചു. വിശുദ്ധിയുടെ വാതിൽ പവേഡ് ബൈ ആഘോഷങ്ങളെല്ലാം ഇനി NK Silks വെഡിംഗ് മാളിലൂടെ ആകട്ടെ. NK Silks വെഡിംഗ് മാൾ, കൊട്ടിയം. റമലാനിലെ 27-ാം രാവിന്റെ പുണ്യം തേടി മക്കയിലെയും മദീനയിലെയും ഹറമുകളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ സംഗമിക്കുന്നു. അവസാന 10-ലെ ഒറ്റയിട്ട രാവുകളിൽ ഏറ്റവും പ്രബലമായ രാവാണ് ഇന്ന്. ഇരു ഹറമുകളിലും 30 ലക്ഷത്തിലേറെ വിശ്വാസികൾ നമസ്കാരത്തിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നുണ്ട്. ആയിരം മാസങ്ങളെക്കാൾ പവിത്രതയുള്ള ലൈലത്തുൽ ഖദർ എന്ന പുണ്യരാവ്. ദൈവകൽപ്പന പ്രകാരം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വിശ്വാസികളുടെ പ്രാർത്ഥനകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന രാവ്. റമദാനിലെ അവസാന 10-ലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് ഏറെ പ്രതിഫലം ലഭിക്കുന്ന ഇരു ഹറമുകളിലും ലക്ഷോപലക്ഷം വിശ്വാസികൾ സംഗമിക്കുന്നു. غير المغضوب عليهم ولا الضالين
നമുക്കറിയാം ഹറം എന്ന് പറയുന്നത് സാധാരണ മറ്റു ഇടങ്ങളിൽ ചെയ്യുന്ന ആരാധനകളേക്കാൾ, അവരുടെ നന്മകളേക്കാൾ ഒരുപാട് ഇരട്ടി പ്രതിഫലം കിട്ടുന്ന ഒരു ഇടമാണ്, ഒരു മണ്ണാണ് ഹറം എന്ന് പറയുന്നത്. മറ്റു പള്ളികളിലുള്ള നമസ്കാരത്തേക്കാൾ 100,000-ലധികം പ്രതിഫലങ്ങൾ ഈ ഹറമിലെ നമസ്കാരത്തിനുണ്ട്. ആ രൂപത്തിൽ അവർ മുഴുവൻ സമയവും ഇവിടെ ചെലവഴിക്കുന്നവർ, സ്വതക്കകൾ ചെയ്യുന്നവർ, നോമ്പുള്ളവരെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്നവർ, ഇങ്ങനെ നന്മകളാൽ സമൃദ്ധമാക്കുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ച. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ലൈലത്തുൽ ഖദർ എന്ന വിശേഷണമുള്ള ഒറ്റയിട്ട രാവിലാണ്. 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ അഥവാ വിധിയുടെ രാത്രി കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ഹറം പരിസരം എക്കാലഘട്ടത്തിലും ജനനിബിഡമാണ്, വലിയ തിരക്കുകൾ അനുഭവപ്പെടുന്ന സ്ഥലമാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ ഈ ഒരു യുദ്ധാന്തരീക്ഷം ഉണ്ടായിരിക്കെ തന്നെ ഈ തവണയും റമദാനിന്റെ അവസാന നാളുകളിൽ ഇവിടെ കഴിച്ചുകൂട്ടാനും ആരാധന നിർവഹിക്കുവാനും വലിയ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഒരുമിച്ച്. ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا واجعل اللهم الجنة هي دارنا وقرارنا برحمتك وفضلك وجودك يا أرحم الراحمين اللهم أنزل علينا رحمة. മസ്ജിദുൽ ഹറാമിൽ ഇരുഹറം കാര്യവിഭാഗം മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ സുദൈസും മദീനയിൽ ഡോക്ടർ അഹമ്മദ് ഹുദൈഫ ഉൾപ്പെടെയുള്ള ഇമാമുമാരുമാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. പുലരുവോളം പ്രാർത്ഥനാ നിർഭരമാകും ഇരുഹറമുകളും. മീഡിയ 1 മക്ക. പരസ്പരം നോമ്പ് തുറപ്പിച്ച് സാഹോദര്യത്തിന്റെ പുത്തൻ മാതൃക തീർത്ത് ഒമാനിലെ മലയാളി കൂട്ടായ്മ. ഒമാൻ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു മാനവ സൗഹൃദ സംഘവും ഇഫ്താറും സംഘടിപ്പിച്ചത്. വെറുപ്പിനും വിദ്വേഷത്തിനുമെതിരെ സ്നേഹത്തിന്റെ ചങ്ങല തീർക്കുകയാണ് ഒമാനിലെ ഈ മലയാളി കൂട്ടായ്മ. പരസ്പരം നോമ്പ് തുറപ്പിച്ചാണ് ഒമാൻ പ്രവാസി അസോസിയേഷൻ സാഹോദര്യത്തിന്റെ പുത്തൻ മാതൃക തീർക്കുന്നത്. പരിപാടിക്കെത്തിയവർ പരസ്പരം ഭക്ഷണം പങ്കിട്ട് നോമ്പ് തുറപ്പിക്കുന്ന മനോഹരമായ കാഴ്ച. ജാതി മത ചിന്തകൾക്കതീതമായി സാഹോദര്യവും സഹകരണവും ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുമെന്ന് സംഗമത്തിനെത്തിയവർ പ്രതിജ്ഞയും ചൊല്ലി. നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുമെന്ന് നെഞ്ചേറ്റിക്കൊണ്ട് വിദ്വേഷമില്ലാത്ത ഒരു സമൂഹത്തിനായി വിജി തോമസ് വൈദ്യർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. രാജേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ സാമുദായിക സംഘടനാ പ്രതിനിധികളും സംഘടനാ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി ആളുകൾ സംഗമത്തിൽ പങ്കാളികളായിരുന്നു. മീഡിയ 1 റീജിയണൽ ഹെഡ് ഷക്കീൽ ഹസൻ, സാമൂഹിക പ്രവർത്തകനും അധ്യാപകനുമായ ഡോക്ടർ സജീവ് ഉതുപ്പാൻ, ഫാദർ തോമസ് ജോസ്, അഡ്വക്കേറ്റ് മധുസൂദനൻ, സരസ്വതി മനോജ്, സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ 1 മസ്കത്ത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാന സർവീസുകൾ മുടങ്ങിയതോടെ നാട്ടിൽ പോകാൻ കഴിയാതെ വന്ന ബഹ്റൈൻ പ്രവാസികൾക്ക് യാത്ര ചെയ്യാൻ ചാർട്ടേഡ് വിമാനമൊരുക്കി ബഹ്റൈൻ കേരളീയ സമാജം. ഗൾഫ് എയറുമായി സഹകരിച്ചുകൊണ്ട് ദമാം വഴി ഒരുക്കിയ ആദ്യ ചാർട്ടേഡ് വിമാനം 192 യാത്രക്കാരുമായി കൊച്ചിയിലെത്തി. കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ഭരണസമിതി അംഗങ്ങളും വോളണ്ടിയേഴ്സും യാത്രക്കാർക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു നൽകി. ബഹ്റൈനിൽ ഈദിനോടനുബന്ധിച്ചുള്ള അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പെരുന്നാൾ ദിനവും അതിനുശേഷമുള്ള 2 ദിവസവും ഔദ്യോഗിക അവധിയായിരിക്കും. വാരാന്ത്യ അവധി ദിനങ്ങളിൽ പെരുന്നാൾ അവധി വരുന്നതിനാൽ പകരം വെള്ളി, ശനി കൂടി ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങളിൽ 5 ദിവസം അവധി ലഭിക്കും. ഒമാനിലെ സൗത്ത് ഷെർക്കിയ ഗവർണറേറ്റിലെ ഹോട്ടലുകളിൽ പരിശോധനാ ക്യാമ്പയിനുമായി മുനിസിപ്പാലിറ്റി. പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിന്റെയും അംഗീകൃത ശുചിത്വ സുരക്ഷാ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായാണ് പരിശോധന. ആരോഗ്യ ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു ഹോട്ടൽ അടച്ചുപൂട്ടി. ഗവർണറേറ്റിലുടനീളം പതിവ് പരിശോധനാ ക്യാമ്പയിനുകൾ തുടരുമെന്ന് അധികൃതർ ആവർത്തിച്ചു. പിഴകൾ, അടച്ചുപൂട്ടലുകൾ, നിയമ നടപടികൾ എന്നിവ ഒഴിവാക്കാൻ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് കച്ചവടക്കാർക്ക് മുന്നറിയിപ്പ് നൽകി.
കുവൈത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വാണിജ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പരിശോധന. ഹവല്ലി ഗവർണറേറ്റിൽ നടന്ന പരിശോധനയിൽ 13 നിയമലംഘന റിപ്പോർട്ടുകൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. ഭക്ഷ്യ നിയന്ത്രണങ്ങൾ പാലിക്കാത്തതും സാധനങ്ങളുടെ വില പ്രദർശിപ്പിക്കാത്തതുമാണ് പ്രധാന ലംഘനങ്ങൾ. പ്രൊമോഷണൽ ഓഫറുകളിലും ഇൻവോയ്സുകൾ നൽകാത്തതും പരിശോധനയിൽ കണ്ടെത്തിയതായി അധികൃതർ വ്യക്തമാക്കി. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഇത്തരം പരിശോധനകൾ തുടരുമെന്ന് മന്ത്രി അറിയിച്ചു. ഒമാനിലെ ജബൽ അൽ അഖ്തർ റോസ് ഫെസ്റ്റിവൽ മാർച്ച് 30 ആരംഭിക്കും. കുന്നിൻ മുകളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന റോസാപ്പൂക്കൾ സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്. സുന്ദര ദൃശ്യം കാണാനും വിളവെടുപ്പ് സീസൺ അടുത്തറിയാനുമായി നിരവധി സന്ദർശകരാണ് ഈ സീസണിൽ ജബൽ അഖ്തറിലെത്തുന്നത്. ദാഖിലിയ കൗണ്ടിലെ ജബൽ അഖ്തറിലെ റോസ് ഫെസ്റ്റിവൽ സുൽത്താനിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ പ്രധാന ഇവന്റാണ്. കണ്ണെത്താ ദൂരത്തോളം പൂത്തുലഞ്ഞു നിൽക്കുന്ന റോസാപ്പൂക്കൾ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് സമ്മാനിക്കുക. ഈ സുന്ദര ദൃശ്യം കാണാനും വിളവെടുപ്പ് സീസൺ അടുത്തറിയാനുമായി നിരവധി സന്ദർശകരാണ് ഇവിടെ എത്താറുള്ളത്. മാർച്ച് മാസം മുതൽ റോസാപ്പൂക്കളുടെ വിളവെടുപ്പ് ആരംഭിക്കുമെങ്കിലും മെയ് മാസം വരെ ഇത് തുടരും. ഏകദേശം 7 മുതൽ 10 ഏക്കർ വിസ്തൃതിയിലാണ് ഇവിടെ റോസാപ്പൂക്കൾ കൃഷി ചെയ്യുന്നത്. 5000-ൽ പരം റോസാ ചെടികളുണ്ടെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ഇവിടെ നിന്നും വിളവെടുക്കുന്ന റോസാപ്പൂക്കൾ ഭക്ഷണം, പാനീയങ്ങൾ എന്നിവയിലെ പ്രധാന ഘടകമാണ്. പരമ്പരാഗതമായി ഒമാനി കോഫി ഉണ്ടാക്കുന്നതിലും റോസാപ്പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. ക്രീമുകൾ, സോപ്പ് തുടങ്ങിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ആവശ്യമായും പൂക്കൾ ഉപയോഗിച്ചു വരുന്നു. റോസ് ചെടികൾ നട്ടുവളർത്തലും റോസ് വാട്ടർ ഉൽപ്പാദിപ്പിക്കലുമൊക്കെ ജബൽ അഖ്തറിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗമാണ്. 1 ഏക്കറിൽ നിന്ന് 4000 ലിറ്റർ റോസ് വാട്ടർ ഉൽപ്പാദിപ്പിക്കാനാവും. മൊത്തം 28,000 ലിറ്റർ റോസ് വാട്ടറാണ് ജബൽ അഖ്തറിൽ ഒരു സീസണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാറുള്ളത്. മീഡിയ 1 മസ്കത്ത്. ദുബൈയിലെ ബീച്ചുകളിൽ മുങ്ങിപ്പോകുന്നവരെ രക്ഷിക്കാൻ റോബോട്ടുകളും ഡ്രോണുകളും ഉൾപ്പെടുന്ന സ്മാർട്ട് റെസ്ക്യൂ സംവിധാനം ഏർപ്പെടുത്തി. ഗൾഫ് മേഖലയിൽ ആദ്യമായാണ് ഇത്തരമൊരു സംവിധാനം. അപകടം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ മുങ്ങിത്താഴുന്നവരുടെ അരികിലേക്ക് പറന്നെത്തുന്ന ലൈഫ് ബോയ് ഡ്രോണുകളും നീന്തിയെത്തുന്ന ലൈഫ് ബോയ് റോബോട്ടുകളുമാണ് സ്മാർട്ട് റെസ്ക്യൂ സംവിധാനത്തിന്റെ പ്രത്യേകത. കടലിൽ മുങ്ങിയവർക്ക് പിടിച്ചുകിടന്ന് കരയിലേക്ക് എത്താൻ ഈ ഉപകരണങ്ങൾ സഹായിക്കും. രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത കൂട്ടാനാണ് പുതിയ സംവിധാനം. സൗദിയിൽ റീറ്റെയിൽ മേഖലയിലെ പ്രധാനികളായ മിന ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ 6ാമത്തെ ഷോറൂമിന് തുടക്കമായി. സൗദിയുടെ കിഴക്കൻ പ്രവിശ്യയായ സഫാനിയയിലാണ് പുതിയ ഷോറൂം. ഇതോടെ സഫാനിയയിൽ മിന ഹൈപ്പർ മാർക്കറ്റിന് 2 ബ്രാഞ്ചുകളായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓഫറുകളും ലഭ്യമാകും. മിന ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ 6ാമത് ഷോറൂമിനാണ് തുടക്കമായത്. കിഴക്കൻ പ്രവിശ്യയായ സഫാനിയയിലാണ് പുതിയ ഷോറൂം. ഇതോടെ സഫാനിയയിൽ മിന ഹൈപ്പർ മാർക്കറ്റിന് 2 ബ്രാഞ്ചുകളായി. മിന ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുറഹീം പുതുപ്പാടി പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. സൗദി പൗരപ്രമുഖൻ അബു അലി, അബു ഫർഹാൻ, മിന ഗ്രൂപ്പ് മാനേജ്മെന്റ് ടീം അംഗങ്ങൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വ്യത്യസ്ത വിഭാഗങ്ങളിലായി പ്രത്യേക വിലക്കുറവ് ഒരുക്കിയിട്ടുണ്ട്. ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഷോപ്പ് ആൻഡ് വിൻ ലക്കി ഡ്രോയും ഒരുക്കിയിട്ടുണ്ട്. വിജയികൾക്ക് ലഭ്യമാവുക വില കൂടിയ സമ്മാനങ്ങളായിരിക്കും. സെലക്ട് വെൽ സ്പെൻഡ് ലെസ് ഓഫറും പുതിയ ഷോറൂമിൽ ലഭ്യമാകും. അന്താരാഷ്ട്ര കമ്പനികളുടെ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. മീഡിയ 1 ദമാം.